നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി കേരളത്തിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ആ എത്തിയ സമയം തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രമുഖരെയും അണികളെയും എല്ലാവരെയും കാണുന്ന തിരക്കിലാണ്. പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയതായിട്ട് ഇന്നലെ ചിത്രങ്ങളും അതിന്റെ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം അതിലേറ്റവും ശ്രദ്ധ നേടിയത് അദ്ദേഹം ഇ.കെ. നായനാരുടെ വീടായ ശാരദാസിൽ രാവിലെ മുതൽ ഇന്നലെ അവിടേക്ക് സന്ദർശനത്തിന് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പോവുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുകയും ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആ സമയത്ത് കല്യാശ്ശേരിയിലെ നായനാരുടെ വീടായ ശാരദാസിൽ രാവിലെ മുതൽ തന്നെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ അയൽക്കാരുടെയും എല്ലാം തിരക്കായിരുന്നു. കാരണം സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടേക്ക് വരുന്നത്. ഏറെ ആത്മബന്ധമുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി വീട്ടിലെത്തുന്ന ആ ഒരു ആഹ്ലാദം അവിടെ ശാരദ ടീച്ചറുടെ മുഖത്തുമുണ്ടായിരുന്നു. കസവ് സെറ്റുമുണ്ടും ചുവന്ന ബ്ലൗസും ധരിച്ച് പൂമുഖത്തിരുന്ന് സുരേഷ് ഗോപിയുമായുള്ള ആത്മബന്ധം മാധ്യമങ്ങളോടും നാട്ടുകാരോടും എല്ലാവരോടും അവർ വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മകൻ കൃഷ്ണകുമാറും രണ്ടാമത്തെ മകൻ വിനോദിന്റെ മകൻ ഉണ്ണി.കെ. നായരും തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 1:10 സുരേഷ് ഗോപി എത്തിയത്. ഉച്ചയ്ക്ക് അവരെത്തിയപ്പോൾ തന്നെ നയനാരുടെ ഭാര്യ കേറിവാ സുരേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടുത്തളത്തിലേക്ക് എണീറ്റ് നിന്ന് ഇറങ്ങിക്കൊണ്ട് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. ശാരദ ടീച്ചറുടെ കാൽ തൊട്ട് വന്നിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ അമ്മയാണ് എന്ന് പറയുകയും കയ്യിൽ കരുതിയ മധുരപലഹാരം സുരേഷ് ഗോപി ടീച്ചർക്ക് നൽകുകയും ചെയ്തു. ഇരുവരും പരസ്പരം മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി. കൈ തുടയ്ക്കാൻ തൂവാല നൽകിയപ്പോൾ നല്ല ചുവപ്പാണെന്ന് പറഞ്ഞ് ചിരി ഉയർന്നു. ഇനി നമ്മളെ ഒറ്റയ്ക്ക് വിടണമെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടാണ് ശാരദ ടീച്ചറെയും കൂട്ടി അടുത്ത മുറിയിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് പോയത്. പിന്നീട് സ്വകാര്യ സംഭാഷണമായിരുന്നു. ശാരദ ടീച്ചർ എഴുതിയ ഓർമ്മകളിൽ എന്റെ പ്രിയ സഖാവ് എന്ന പുസ്തകം സുരേഷ് ഗോപിക്ക് നൽകി. തുടർന്ന് ഉച്ചയൂണം കഴിച്ച് ഏകദേശം ഒരു 1:30 കൂടിയിട്ടാണ് ഇറങ്ങിയത്. ശാരദ ടീച്ചർ കോലയിൽ അവിടെ എത്തി യാത്രയാക്കുകയും ചെയ്തു. സുരേഷ് ഗോപിക്ക് ഊണിന് പച്ചക്കറി വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. സാമ്പാറും കൂട്ടുകറിയും തോരനും രസവും എല്ലാം അദ്ദേഹം ആസ്വദിച്ചു കഴിച്ചു. 2 തരം പായസവും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ അല്പം കൂടി കഴിക്കൂ എന്ന ടീച്ചറുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് പായസം അധികമായി കഴിച്ചു. വയർ നിറഞ്ഞു, മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹം എഴുന്നേറ്റത്. പാർട്ടി പരിപാടിയായി മാറ്റേണ്ടെന്ന സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൂടെ യാത്രയിലുണ്ടായിരുന്ന BJP നേതാക്കൾ ആരും തന്നെ വീട്ടിലേക്ക് കയറിയില്ല എന്നും പറഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വൈറലാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഇ.കെ. നായനാരുടെ വീട്ടിലേക്ക് അദ്ദേഹം ഒരു സന്ദർശനം നടത്തിയത്. മാത്രവുമല്ല, എഴുത്തുകാരനായിട്ടുള്ള കഥാകൃത്ത് T. പത്മനാഭന്റെ ഒരു ഉപദേശവും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിനെയും സുരേഷ് ഗോപി കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ജയിച്ചതിന് ശേഷം BJPയുടേതല്ല, ഇനി ജനങ്ങളുടെ മന്ത്രിയാണ് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കഥാകൃത്ത് T. പത്മനാഭന്റെ ഉപദേശം കിട്ടിയത്. അത് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് മന്ത്രിയുടെ മറുപടി. മന്ത്രിയായ ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി T. പത്മനാഭന്റെ പള്ളിക്കുന്നിലെ വീട്ടിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് എത്തിയത്. മുൻകൂട്ടി തീരുമാനിച്ച സന്ദർശനമായിരുന്നില്ല. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇരുവരും സംസാരിച്ചത്. തങ്ങൾ പഴയ സുഹൃത്തുക്കളാണെന്ന് T. പത്മനാഭൻ പറഞ്ഞു. കേരളത്തിന് സഹായകമാകുന്ന വകുപ്പാണ് ടൂറിസം. വളരെ വിഷമം പിടിച്ച വകുപ്പാണ് പെട്രോളിയം എന്നും T. പത്മനാഭൻ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഞാൻ BJPക്കാരനല്ല താനും. അതിനൊക്കെ ഉപരിയാണ് മാനുഷിക ബന്ധം. സുരേഷ് ഗോപിക്ക് കഴിവും സന്മനസ്സുമുണ്ടെന്നാണ് പത്മനാഭൻ അതിനുശേഷം അദ്ദേഹത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. കൃഷ്ണപിള്ളയുടെ സഖാവ് ഉൾപ്പെടെ 3 പുസ്തകങ്ങളാണ് സുരേഷ് ഗോപിക്ക് അദ്ദേഹം സമ്മാനിച്ചത്. പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് കേരളത്തെ ഇന്ത്യൻ ടൂറിസത്തിന്റെ തിലകക്കുറിയാക്കും എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം കേരളത്തിലുള്ള ജനങ്ങൾക്ക് സുരേഷ് ഗോപി നൽകിയിട്ടുള്ളത്. അടുത്ത വർഷം അപകടരഹിതമായും പൂരപ്രേമികളുടെ ഇഷ്ടത്തിനനുസരിച്ചുമുള്ള തൃശൂർ പൂരമാകും നടക്കുക. അതിനുവേണ്ടിയാണ് ജനങ്ങൾ എന്നെ ജയിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരളത്തിലുള്ള അദ്ദേഹം പല പ്രമുഖരെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം തന്നെ സന്ദർശിക്കുന്നതിന്റെ തിരക്കുകളിലാണ്.